ബേപ്പൂർ സുൽത്താൻ ആരാണ്? ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ബേപ്പൂർ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏതാണ്? 1908. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി ബല്യ 1. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലേതാണ്? മണ്ടൻ മൂത്താപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏതുതരം ജീവികളാണ്? ആന. ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ചിനി ബാലികാലുട്ടാപ്പി. ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ടുള്ളത്? എൻ്റെ ഉപ്പാപ്പാക്കൊരാനുണ്ടായിരുന്നു. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. എന്ത് അപരനാമത്തിലാണ് ബഷീർ അറിയപ്പെട്ടിരുന്നത്? ബേപ്പൂർ സുൽത്താൻ. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ഏതാണ്? പാത്തുമ്മയുടെ ആട്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉജ്ജീവനം. ബഷീറിൻ്റെ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? EM അഷറഫ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജിയെ. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ 1 എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി? ബാലാമണിയമ്മ. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? പ്രേമലേഖനം. ഒരിടത്തൊരു സുൽത്താൻ. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ഈ ബാല്യസാഹിത്യകൃതി രചിച്ചതാര്? കിളിരൂർ രാധാകൃഷ്ണൻ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്?
കടുവക്കുഴി ഗ്രാമം. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ൻ്റുപ്പൂപ്പാക്കൊരാനണ്ടാർന്നു. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത്? നേരും നുണയും. 1987 കാലിക്കറ്റ് സർവകലാശാല ഡി.ലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം ഒരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചു. ഗ്രന്ഥത്തിൻ്റെ പേര്? മംഗോസ്റ്റിൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത്? ഭാർഗവീ നിലയം. എൻ്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ്? ഒ.എൻ.വി. കുറുപ്പ്. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതിയുടെ പേര്? എം.പി. പോൾ. ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏത്? സർപ്പയജ്ഞം. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഫാബി ബഷീർ. ബഷീർ വിവാഹിതനായത് എന്നാണ്? 1957 ഡിസംബർ 18. ബഷീറിന് ഡി.ലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏത്? കാലിക്കറ്റ് സർവകലാശാല. ബഷീറിൻ്റെ മാന്ത്രികപ്പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? 1968. ബാല്യകാലസഖി സംവിധാനം ചെയ്തവർ? ശശികുമാർ, പ്രമോദ് പയ്യന്നൂർ. സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ സർവകലാശാല ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ നോവലുകൾ ഏതൊക്കെയാണ്? ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ൻ്റുപ്പൂപ്പാക്കൊരാനണ്ടാർന്നു. ശശികുമാർ സംവിധാനം ചെയ്ത ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാര്? പ്രേം നസീർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷം ഏത്? 1970.